എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നൊരു ചട്നി ഉണ്ടാക്കണത്, ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റുന്നത്, വെള്ളയപ്പം എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന ചട്നി. അത് കണ്ടാലേ മനസ്സിലായിട്ടുണ്ടാവും, നിലക്കടല ചട്നിയാണ്. നിലക്കടല ചട്നി, നിലക്കടലയും പിന്നെ തേങ്ങ, ഫ്രഷായ തേങ്ങ തന്നെ വേണം. ഇപ്പം ചരുവിയതാണ്, അങ്ങനെ ആ ടേസ്റ്റ്. പിന്നെ അതിന് വേണ്ടത് ഉപ്പ്, ഉണക്കമുളക്, പുളി, അങ്ങനെ ഇത്രേ വേണ്ടു. സിമ്പിൾ ചട്നിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. പിന്നെ എരിവൊക്കെ കൂട്ടാ കുറയ്ക്കുക, പുളി കൂട്ടാ കുറയ്ക്കുക, എങ്ങനെ വേണം ചെയ്യാം, പെട്ടെന്നാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കും വേണം, അത് കഴിക്കും വേണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അരച്ചിട്ട് വീണ്ടും കാണാം. മുളകിടാം, പുളിയിടാം, കടലിട്ടു, തേങ്ങ. ഇത് അരച്ചുകൊണ്ടിട്ട് വീണ്ടും കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്നി അരച്ചു. ഇതാ ചട്നി സൂപ്പർ കളറുള്ള നല്ല ടേസ്റ്റും ഉണ്ട്. ഉണ്ടാക്കി കഴിച്ചാലേ അറിയുള്ളൂ. എല്ലാവർക്കും അറിയും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇഡ്ഡലി, ദോശ, വെള്ളയപ്പം എല്ലാം സൂപ്പറായിട്ടുണ്ടാവും. ഒന്നും വേണ്ടത് മതി, നിലക്കടല ചട്നി. അപ്പോൾ നമുക്കൊന്ന് വറുത്തിടാം. വറക്കണമെന്നും കൂടി ഇല്ല, ഒന്ന് വറക്കാം സിമ്പിളായിട്ടൊന്ന്. ഉള്ളി എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കണത്, കടുകിട്ടു, ഉണക്കമുളക് ഇടുന്നുണ്ട്, പിന്നെ കടലപ്പരിപ്പ് ഇടുന്നുണ്ട്. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഉണക്കമുളക് സൂപ്പർ ടേസ്റ്റിലുള്ള നിലക്കടല ചട്നി ആയി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും കഴിക്കണം. ആയി, ഇത്രേ പണിയുള്ളൂ. അടിപൊളി നാമറായ ഒരു ചട്നി. സൂപ്പർ ടേസ്റ്റുള്ള ചട്നി റെഡിയായി. ദോശയും ചട്നി കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കി നമ്മുടെ വീഡിയോ കാണണം, കണ്ടിട്ട് ഉണ്ടാക്കണം, എന്നിട്ട് കഴിച്ച് നോക്കണം, അപ്പോൾ ടേസ്റ്റ് അറിയുള്ളൂ. നിലക്കടല ചട്നി എങ്ങനെയുണ്ട്, ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കി കഴിക്കുക. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നിലക്കടല ചട്നി. അപ്പോൾ അതുകൊണ്ട് അടിപൊളി സൂപ്പറാണ്. വെള്ളമൊക്കെ വാങ്ങിച്ച് കൂട്ടാ കുറയ്ക്കുക, നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റായ ചട്നി കൂട്ടി കഴിക്കുക എല്ലാവരും. എന്നിട്ട് ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.